ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും CMA ഇന്റർമീഡിയറ്റിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ സ്റ്റഡി നോട്ട് 1ന്റെ 5th ക്ലാസ് ആണിത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ബേസിക് ആയിട്ട് വരുന്ന അക്കൗണ്ടിങ്ങിന്റെ കോൺസെപ്റ്റ്സും കൺവെൻഷൻസും പഠിച്ചു. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് ഒക്കെ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നടക്കും. ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിനെ നമുക്ക് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് എന്നും റവന്യൂ ട്രാൻസാക്ഷൻസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസിന്റെ എഫക്റ്റ് നമുക്ക് വരിക ബാലൻസ് ഷീറ്റിലാണ്. റവന്യൂ ട്രാൻസാക്ഷൻസിന്റെ എഫക്റ്റ് നമുക്ക് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന ടൈമിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഈ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ്ലി, എന്താണ് ക്യാപിറ്റൽ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അതിന്റെ ബിസിനസ് ഓണർ ക്യാഷ് ആയിട്ടും ഗുഡ്സ് ആയിട്ടും മറ്റ് അസറ്റ്സ് ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണല്ലേ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് വേസ് ആണുള്ളത്. ഫസ്റ്റ്, അതിന്റെ ഓണർ വീണ്ടും കുറച്ചുകൂടെ ക്യാപിറ്റൽ എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. സെക്കൻഡ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഓൺഗോയിങ് പ്രോസസ്സിൽ ഓരോ പീരിയഡിലായിട്ട് ബിസിനസിന് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഓണർ കൺസ്യൂം ചെയ്യാത്ത ബാക്കിയുള്ള ഇൻകം എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഇനി ക്യാപിറ്റൽ എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളെ സെയിൽസ് വഴി ബിസിനസിന്റെ മെയിൻ ഓപ്പറേഷൻസ് വഴി നമുക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലിനെയും റവന്യൂവിനെയും നമുക്ക് ഒരു ട്രീയും അതിന്റെ ഫ്രൂട്ടുമായിട്ട് താരതമ്യപ്പെടുത്താം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ട്രീ ആണ്, റവന്യൂ എന്ന് പറയുന്നത് അതിന്റെ ഫ്രൂട്ട് ആണ്. ഒരു ട്രീനെ നമ്മൾ കൂടുതൽ പരിപാലിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്യാപിറ്റൽ അസെറ്റ് വാങ്ങി അതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ റവന്യൂ കിട്ടും. അതുപോലെ നമ്മുടെ ഒരു ട്രീയുടെ ഒരു ഫ്രൂട്ടിൽ നിന്നും നമുക്ക് പുതിയൊരു മരം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കുറെ റവന്യൂ കൂട്ടി വെച്ച് നമുക്ക് ഒരു പുതിയ ക്യാപിറ്റൽ അസെറ്റ് പർച്ചേസ് ചെയ്യാനായിട്ടും കഴിയും. നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഒരു ബിസിനസ്സിൽ വരുന്നത് ആണ് എക്സ്പെൻഡിച്ചർ. ബിസിനസ്സിൽ അതിന്റെ ഓപ്പറേഷൻസ് നടത്താനായിട്ട് വരുന്ന എക്സ്പെൻസസിന്റെ പേയ്മെന്റ്സിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നടക്കാറുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും നടക്കാറുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരിയഡിലേക്ക് നമുക്ക് ബെനിഫിറ്റ് തരുന്ന ലോങ് ടേം അസറ്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് എക്സ്പെൻസ് വരുമ്പോൾ ആ എക്സ്പെൻസിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ലോങ് ടേമിലേക്ക് നമുക്ക് ബെനിഫിറ്റ് തരുന്ന മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരിയഡിലേക്ക് നമുക്ക് ബെനിഫിറ്റ് തരുന്ന ലോങ് ടേമിലേക്കുള്ള ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ, അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പുതിയൊരു ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യാനുള്ള മാത്രമുള്ള എക്സ്പെൻസ് അല്ല. ഇനിയിപ്പോൾ ഓൾറെഡി നമുക്കുള്ള ഒരു ഫിക്സഡ് അസെറ്റ് അതിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തുകയാണ്, അത് കാരണം നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് മോർ ദാൻ ഒരു വൺ അക്കൗണ്ടിങ് പീരിയഡിലേക്ക് കിട്ടുമെങ്കിൽ ഒരു ഫിക്സഡ് അസെറ്റിന്റെ ഇംപ്രൂവ്മെന്റ് നടത്തുമ്പോൾ അത് നമുക്ക് ലോങ് ടേമിലേക്ക് ബെനിഫിറ്റ് തരുന്നുണ്ടെങ്കിൽ അതും ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ബിസിനസിന്റെ ഓർഡിനറി കോഴ്സിൽ നമുക്ക് റീസെയിൽ ചെയ്യാതെ ലോങ് ടേമിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അസറ്റ്സിൽ വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ ആ കറന്റ് അക്കൗണ്ടിങ് പീരിയഡിൽ തന്നെ റൈറ്റ് ഓഫ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു മിഷനറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലോങ് ടേമിലേക്കാണ് മിഷനറി എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ അസെറ്റ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആ ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ ആ ഫുൾ എമൗണ്ട് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയില്ല. 5 വർഷത്തേക്കാണ് ആ മിഷനറി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 5 വർഷവും നമ്മൾ ഡിപ്രിസിയേഷൻ വഴി ഓർ പീരിയോഡിക്കലി ആണ് ആ ഒരു എക്സ്പെൻസ് നമ്മൾ അക്കൗണ്ട്സിൽ റൈറ്റ് ഓഫ് ചെയ്യുക. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത വരുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്താനായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്.
നോർമൽ ആയിട്ടുള്ള ബിസിനസിന്റെ എക്സ്പെൻസസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബിസിനസ്സിൽ വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. പർച്ചേസ്, സാലറി പേയ്മെന്റ്, വേജസിന്റെ പേയ്മെന്റ്, മറ്റേ ഇലക്ട്രിസിറ്റി പേയ്മെന്റ്, അതുപോലെ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ വരുന്ന എക്സ്പെൻസസ്. പിന്നെ ഒരു ഫിക്സഡ് അസറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് പോലുള്ള എക്സ്പെൻഡിച്ചേഴ്സ്, ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഇനി ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും കൂടാതെ ഇവിടെയൊക്കെ നമുക്ക് എക്സ്പെൻസിന്റെ പേയ്മെന്റ് വന്നു. ഇനി പേയ്മെന്റ് വരാത്ത നോൺ ക്യാഷ് എക്സ്പെൻസസും നമുക്ക് ബിസിനസ്സിൽ വരുന്നുണ്ട്. അപ്പൊ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസസ് ആണ്. അവിടെ നമുക്ക് ക്യാഷിന്റെ പേയ്മെന്റ് നടക്കുന്നില്ല. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ ആ അസറ്റിന്റെ എഗനിസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. കാരണം ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ആ ഒരു പീരിയഡിൽ, ഒരു ഷോർട്ട് ടേം പീരിയഡിൽ നമുക്ക് അസറ്റിലേക്ക് ചാർജ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ്. അപ്പൊ അത് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ എഫക്റ്റ് നമുക്ക് വരിക ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ എഫക്റ്റ് കാണിക്കുക. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ എഫക്റ്റ് നമുക്ക് വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ ഒരു എക്സ്പെൻസ് ആയിട്ടായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ഇനി നമുക്ക് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും തമ്മിൽ വരുന്ന മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയെന്ന് നോക്കാം. മെയിൻ ആയിട്ട് വരുന്ന ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ്സ് നമുക്കൊരു മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡിലേക്ക് കിട്ടും. പക്ഷെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് നമുക്കൊരു ഷോർട്ട് ടേം പീരീഡിലേക്ക്, വിത്തിൻ വൺ അക്കൗണ്ടിങ് പീരീഡിനുള്ളിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് തീർന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് നോൺ റിക്കറിംഗ് ആയിരിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് റിക്കറിംഗ് ആയിരിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് മെയിൻ ആയിട്ട് വരിക ഫിക്സഡ് അസറ്റിന്റെ പർച്ചേസ്, അതിന്റെ ഇംപ്രൂവ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് വല്ലപ്പോഴും വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഇപ്പൊ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത് വല്ലപ്പോഴും വരുന്ന നോൺ റിക്കറിംഗ് നേച്ചറുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് റിക്കറിംഗ് ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആയിരിക്കും. ഇപ്പോൾ സാലറി പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ എല്ലാ മാസവും സാലറി കൊടുക്കും, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിലും എല്ലാ മാസവും കൊടുക്കും, പർച്ചേസ് ആണെങ്കിലും എപ്പോഴും നടക്കുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആണ്. അങ്ങനെ ബിസിനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന, റിക്കറിംഗ് ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുക. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇവൻച്വലി ബിക്കം റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് അത് പയ്യെ അത് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ മിഷനറി വാങ്ങുമ്പോൾ നമുക്കതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, പക്ഷെ ആ എമൗണ്ട് നമ്മൾ പയ്യെ ഡിപ്രിസിയേഷൻ എന്ന പേരിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആക്കി റൈറ്റ് ഓഫ് ചെയ്ത് കളയും. പക്ഷെ ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ ഒരിക്കലും നമുക്ക് പിന്നീട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവുന്നില്ല. ഇനി നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ റവന്യൂ റിസീപ്റ്റുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെയിൽ എന്ന് പറയുന്ന ഒരു റിസീപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, റവന്യൂ റിസീപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് അതുപോലെ മറ്റ് എക്സ്പെൻസസ് ഒക്കെ നമുക്ക് വരുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ വരുന്നത് ബിസിനസിന്റെ ആ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ വരുന്ന ഇൻകം കിട്ടാനായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസസ് ആണ്. അപ്പോൾ റവന്യൂ എക്സ്പെൻസസും റവന്യൂ റിസീപ്റ്റും തമ്മിൽ നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ക്യാപിറ്റൽ റിസീപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള റൂൾസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ലോങ് ടേം അസറ്റ്സ് അക്വയർ ചെയ്യാൻ വരുന്ന എക്സ്പെൻസസ് ആയിരിക്കണം. അതായത് ലോങ് ടേമിലേക്ക്, മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡിലേക്ക് ബിസിനസ്സിന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, ബിസിനസിന്റെ നോർമൽ ഓപ്പറേഷൻസിന് റീസെയിലിന് വേണ്ടി അല്ലാത്ത എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് മോട്ടോർ കാർ ഡീലർ, അയാൾ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്യുകയാണ്, ബിസിനസ്സിൽ യൂസ് ചെയ്യാനായിട്ടാണ് അയാൾ ആ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്.
പക്ഷേ അയാൾ ഒരു സെക്കൻഡ് ഹാൻഡ് മോട്ടോർ കാർ വാങ്ങുകയാണ്. അയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഹാൻഡ് മോട്ടോർ കാർസിന്റെ റീസെയിൽ ആണ്. അപ്പൊ അയാൾ മറച്ചു വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടോർ കാർ വാങ്ങുമ്പോൾ അയാൾക്ക് അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. കാരണം അയാൾ ഷോർട്ട് ടേമിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ ബിസിനസ്സിലെ ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ആവുന്ന ഒരു കാര്യമാണ് ഈ സെക്കൻഡ് ഹാൻഡ് മോട്ടോർ കാറിന്റെ റീസെയിൽ എന്ന് പറയുന്നത്. ലോങ് ടേമിലേക്ക് ഒരു ബെനിഫിറ്റ് കിട്ടാനായിട്ടല്ല ഇയാൾ ഈ മോട്ടോർ കാർ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഈ സെക്കൻഡ് ഹാൻഡ് മോട്ടോർ കാർ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കില്ല. ഇനി സെക്കൻഡ് വരുന്ന റൂൾ എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു അസറ്റ് വാങ്ങാനായിട്ട് നമ്മൾ ഇൻക്വയറി ചെയ്യുന്ന എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമല്ല നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു അസറ്റിന്റെ അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് വർക്കിംഗ് അല്ലാത്ത ഒരു മെഷീനെ അത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഇൻക്വയറി ചെയ്യുന്ന എക്സ്പെൻഡിച്ചേഴ്സും നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ ഒരു മെഷീൻ പുതിയത് വാങ്ങി, നമുക്ക് അതിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒരു 20,000 റുപ്പീസ് വന്നു, അതുപോലെ അതിന് ഇൻസ്റ്റാളേഷൻ ചാർജ് ഒരു 40,000 റുപ്പീസ് വന്നു. അപ്പൊ ആ മെഷീന്റെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 5,60,000 റുപ്പീസ് ആയിരിക്കും. മെഷീൻ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് വന്ന 5 lakhs റുപ്പീസ് മാത്രമല്ല, ആ മെഷീനെ നമ്മൾ ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് വന്ന എക്സ്ട്രാ വന്ന ഒരു 60,000 എക്സ്പെൻഡിച്ചേഴ്സും അതും നമ്മൾ ആ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കൂടെ ആഡ് ചെയ്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന റൂൾ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇപ്പൊ നമ്മൾ റോ മെറ്റീരിയൽസിന്റെ ഈസി സപ്ലൈക്ക് വേണ്ടി ഫാക്ടറി ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഫാക്ടറി ഷിഫ്റ്റിംഗിൽ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പ്രിലിമിനറി എക്സ്പെൻസസ് ആണ്. ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വന്നിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസസ് എല്ലാം നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കുക. ലീഗൽ ചാർജസ്, മെമ്മോറാണ്ടം, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വന്ന ലീഗൽ ചാർജസ്, അതുപോലെ ബ്രോക്കറേജ് കമ്മീഷൻ തുടങ്ങിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വരുന്ന പ്രിലിമിനറി എക്സ്പെൻസസ് എല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്താനായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസസ് ആണ് ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. Salary and wages paid to employees, rent and rate for the factory and office premises, depreciation on plant and machinery, consumable stores, inventory of raw materials, work in progress and finished goods, insurance premium, taxes and legal expenses and other miscellaneous expenses. ഇതൊക്കെ revenue expenditures ആണ്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ അസറ്റ്സ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസസ് ആയിട്ട് കാണിക്കും. ഇനി നമ്മൾ ഒരു കേസ് നോക്കാണ്. ഒരു അസറ്റ് റീപ്ലേസ്, ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ റീപ്ലേസ്മെന്റ് നടത്തുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ അതോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ വരിക? ഇപ്പൊ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ ആ സെയിം അസറ്റ് തന്നെയാണ്, ആ സെയിം വാല്യൂ ഉള്ള ഒരു അസറ്റ് തന്നെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അഡീഷണൽ എഫക്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വെയിങ് മെഷീൻ ഉണ്ടായിരുന്നു, അത് കേടായി. അപ്പൊ നമ്മൾ ആ സെയിം സാധനം നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ് നമ്മൾ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യുക. ഇനി ആ അസറ്റ് അതിനേക്കാളും കുറച്ചുകൂടെ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ഒരു അസറ്റുമായിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ പാർട്ട്ലി നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും പാർട്ട്ലി റവന്യൂ എക്സ്പെൻഡിച്ചറും ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 5,000 റുപ്പീസിന്റെ മാനുവൽ ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു, അത് നമ്മൾ 15,000 റുപ്പീസിന്റെ ഒരു ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്ററുമായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അസറ്റിന്റെ വാല്യൂ ആയിട്ടുള്ള 5,000 നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അഡീഷണലി വാല്യൂ വന്ന 10,000 റുപ്പീസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ.
നമ്മൾ പറഞ്ഞു റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് നമുക്ക് ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്ക് കിട്ടും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് നമുക്ക് മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡിലേക്ക് ലോങ് ടേമിലേക്ക് കിട്ടുന്നു. പക്ഷെ ചില എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്, അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് തീരത്തില്ല, കുറച്ചുകൂടെ കിട്ടും. പക്ഷെ നിയർ ഫ്യൂച്ചറിൽ ആ ബെനിഫിറ്റ് നമുക്ക് എക്സ്പയർ ആവുകയും ചെയ്യും. അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 3 വർഷത്തേക്ക് ഒരു ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം അടച്ചു. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ അത് എക്സ്പയർ ആകുന്നില്ല, നമുക്ക് കുറച്ചുകൂടെ ഒരു 3 years കൂടി അത് കിട്ടും. അപ്പൊ ഈ വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയം മാത്രമായിരിക്കും നമ്മൾ ഈ വർഷത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഇനി വരുന്ന ഇയേഴ്സിലായിരിക്കും റൈറ്റ് ഓഫ് ചെയ്യുക. അപ്പൊ നമ്മൾ എക്സ്പെൻഡിച്ചർ കുറിച്ച് പഠിച്ചു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നൊക്കെ നമ്മൾ നോക്കിയില്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിസീപ്റ്റ്സിനെ കുറിച്ചാണ്. റെസീപ്റ്റ്സും റവന്യൂ രണ്ട് ടേം ആണ് കേട്ടോ. റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ ക്യാഷ് ഇൻഫ്ലോയും, നമുക്ക് കിട്ടുന്ന എല്ലാ പൈസയും നമ്മൾ റെസീപ്റ്റ്സ് എന്ന് പറയും. പക്ഷെ ബിസിനസിന്റെ നോർമൽ ഓപ്പറേഷൻസിൽ നമുക്ക് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുന്ന വാല്യൂ, കസ്റ്റമേഴ്സിന് നമുക്ക് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെസീപ്റ്റ്സിനെ കുറിച്ചാണ്. റെസീപ്റ്റ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ, ക്യാപിറ്റൽ റെസീപ്റ്റ്സും ഉണ്ട്, അതുപോലെ റവന്യൂ റെസീപ്റ്റും ഉണ്ട്. ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അപ്പൊ അതൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് നമുക്ക് ബെനിഫിറ്റ് നൽകുന്ന ലോങ് ടേം ലയബിലിറ്റി പോലെ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന റെസീപ്റ്റ്സ് ഒക്കെ നമുക്ക് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അതുപോലെ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, ബിസിനസ്സിൽ എന്തെങ്കിലും അസറ്റ് സെല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതുപോലെ ലോങ് ടേം ലോൺസ്, അതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ്. ബിസിനസിന്റെ നോർമൽ ഓപ്പറേഷൻസിലൂടെ അല്ലാതെ നമുക്ക് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ട് കിട്ടുന്നതാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതാണ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റവന്യൂ റെസീപ്റ്റ്സ്. ബിസിനസ്സിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ബിസിനസിന്റെ ഓർഡിനറി കോഴ്സിൽ കിട്ടുന്ന റെസീപ്റ്റ്സിനെയാണ് നമ്മൾ റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സെയിൽസ് നടത്തുമ്പോൾ കിട്ടുന്ന റെസീപ്റ്റ്സ്, അതുപോലെ എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ റെസീപ്റ്റ്സിനെയൊക്കെയാണ് നമ്മൾ റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. റവന്യൂ റെസീപ്റ്റ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആയിട്ട് കാണിക്കും. നമുക്ക് ഈ റവന്യൂ റെസീപ്റ്റ്സും ക്യാപിറ്റൽ റെസീപ്റ്റ്സും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയെന്ന് നോക്കാം. റവന്യൂ റെസീപ്റ്റ്സിന്റെ എഫക്ട്സ് നമുക്ക് ഒരു ഷോർട്ട് ടേമിലേക്ക് മാത്രമാണ്, പക്ഷെ ക്യാപിറ്റൽ റെസീപ്റ്റിന്റെ എഫക്ട് നമുക്ക് ലോങ് ടേമിലേക്ക് ഉണ്ട്. ഇനി റവന്യൂ റെസീപ്റ്റ് നമ്മൾ കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഒരു ഇൻകം ആയിട്ടായിരിക്കും. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും കാണിക്കുക. പിന്നെ റവന്യൂ റെസീപ്റ്റ്സ് നിന്ന് നമുക്ക് ഒരിക്കലും ക്യാപിറ്റൽ റെസീപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാവില്ല, പക്ഷെ ഒരു ക്യാപിറ്റൽ റെസീപ്റ്റിൽ നിന്ന് നമുക്ക് റവന്യൂ റെസീപ്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാകും. ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഒരു ബിസിനസിന്റെ ഓണർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ സെയിൽസും പർച്ചേസും ഒക്കെ നടത്തി നമുക്ക് സെയിൽസ് ഇൻകം ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് വീണ്ടും ഒരു റവന്യൂ റെസീപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാകും. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് റവന്യൂ റെസീപ്റ്റ്സ് ബിസിനസിന്റെ വാല്യൂ, അസറ്റ്സിന്റെ അല്ലെങ്കിൽ ലയബിലിറ്റിന്റെ വാല്യൂവിൽ ഇൻക്രീസോ ഡിക്രീസോ കൊണ്ടുവരുന്നില്ല. പക്ഷെ ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് വരുമ്പോൾ അതിന്റെ എഫക്റ്റ് ബിസിനസിന്റെ ഒരു അസറ്റിൽ അല്ലെങ്കിൽ ലയബിലിറ്റിയിലെ ഇൻക്രീസോ ഡിക്രീസോ കൊണ്ടുവരുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്തു, അപ്പോൾ ബിസിനസ്സിലെ ഒരു അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തു, അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ്, അപ്പോൾ ബിസിനസിന്റെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അസറ്റിൽ ഒരു ഡിക്രീസ് അല്ലെങ്കിൽ ലയബിലിറ്റിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാക്കാനായിട്ട് ഈ ക്യാപിറ്റൽ റെസീപ്റ്റ് കാരണമാകും. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻസസ് നമുക്ക് വരുന്നത് റവന്യൂ റെസീപ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസീപ്റ്റിൽ നിന്നും നമുക്ക് റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസസ് ഉണ്ടാകും.
ഇപ്പൊ ഒരു ഷെയർസ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയും, ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടും, അതൊരു റവന്യൂ റെസീപ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ പ്രോഫിറ്റ്. ബിസിനസിന്റെ ഓർഡിനറി ഓപ്പറേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പെൻസിന്റെയും ഇൻകത്തിന്റെയും കൂടി വരുന്ന പ്രോഫിറ്റ് ആണ് നമ്മുടെ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ്സിൽ നമുക്ക് നോൺ റിക്കറിംഗ് ആയിട്ട് വരുന്ന ഇൻകത്തിൽ നിന്നും എക്സ്പെൻസിൽ നിന്നും നമുക്ക് വരുന്നതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് പ്രിയർ ടു ഇൻകോർപ്പറേഷൻ, പ്രീമിയം റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, profit made on reissue of forfeited shares, redemption of debentures at discount, profit made on sale of revaluation of fixed asset, ഇതൊക്കെ നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ലോസസ്. ബിസിനസിന്റെ നോർമൽ ഓപ്പറേഷൻസിൽ നമുക്ക് വരുന്ന ലോസസ് ആണ് നമ്മൾ റവന്യൂ ലോസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഐറ്റം 500 രൂപ വിലയുള്ള ഒരു സാധനം നമ്മൾ 400 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 100 രൂപ ലോസ് വരും. അപ്പോൾ ബിസിനസിന്റെ നോർമൽ ഓപ്പറേഷൻസിൽ നമുക്ക് വരുന്ന ലോസസ് ആണ് നമ്മൾ റവന്യൂ ലോസസ് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ലോസസ് എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടേം അസറ്റ്സ് വിൽക്കുമ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മുടെ ക്യാപിറ്റൽ അസറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ സെയിലുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വരുന്ന ലോസസ് ആണ് നമ്മൾ ക്യാപിറ്റൽ ലോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻ. ലോങ് ടേമിലേക്ക് നമുക്ക് എഫക്റ്റ് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുക. അതിന്റെ എഫക്ട്സ് നമുക്ക് ബാലൻസ് ഷീറ്റിലായിരിക്കും വരിക. ഷോർട്ട് ടേം എഫക്റ്റ് ഒരു അക്കൗണ്ടിങ് പീരിയഡിലേക്ക് നമുക്ക് ബെനിഫിറ്റ് നൽകുന്ന ട്രാൻസാക്ഷൻസ് ആണ് റവന്യൂ ട്രാൻസാക്ഷൻസ്. അതിന്റെ എഫക്ട്സ് നമ്മൾ ഷോ ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.